വീടിൻ്റെ മുൻവശത്ത് ഇത് അടുക്കളയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് വല്ല പശുവിൻ്റെ തൊഴുത്തോ ആടിൻ്റെ കൂട് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, ഇതൊരു അടുക്കളയാണ്. ഈ വഴിയിലൂടെ, ചെറിയ വഴിയിലൂടെ വേണം അകത്തേക്ക് കയറാനായിട്ട്. ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ് കേട്ടോ. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അഗതള്ള എന്ന ഒരു മലയോര ഗ്രാമമാണ്. മലയോര ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ കുറച്ച് ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ അവരുടെ വിശേഷങ്ങൾ തന്നെയാണ്. മനോഹരമായൊരു ഗ്രാമം, മലയോര ഗ്രാമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ധാരാളം കൃഷിസ്ഥലങ്ങളും പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. റഹീമാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റഹീമിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ അഗതള്ള ആദിവാസി ഊര് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ല. കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് ചുറ്റും നമ്മൾ കാണുന്നത് ഇവർ കൃഷി ചെയ്യുന്ന കുറേ കൃഷിയിടങ്ങളാണ് കേട്ടോ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളായിട്ടുള്ള വാഴ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരാം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിനെക്കുറിച്ച് ആദ്യമേ പറയാം. മനോഹരമായ ഒരു ആൽമരം, വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ ആൽമരം നിൽക്കുന്നത്. വലിയ ആൽമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു ആൽമരത്തിൽ നിന്ന് അതിൻ്റെ ശിഖരങ്ങളൊക്കെ അങ്ങ് പടർന്ന് പോയി പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ എത്തി അങ്ങനെ വിശാലമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു ആൽമര തണലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല കാറ്റും വീശുന്നുണ്ട്. മലയോര ഗ്രാമമായതുകൊണ്ട് നല്ല കാറ്റ് എന്തായാലും ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ആൽമരവും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ ഇവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ആ മുന്നിൽ കാണുന്നത് വലിയൊരു മലയാണ് കേട്ടോ. അവിടെ പല വന്യമൃഗങ്ങളും ഉണ്ട്, ആന ഉൾപ്പെടെ. ആന, കരടി, പുലി മുതലായ എല്ലാ വന്യമൃഗങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഇവരുടെ ഈ ഒരു ഊരിലേക്കാണല്ലോ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഊരിൻ്റെ സമീപത്തൊക്കെ ധാരാളം ഫെൻസിങ്ങുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഫെൻസിങ് ഇല്ലെങ്കിൽ അവരുടെ കൃഷിയെയും വാസസ്ഥലത്തെയൊക്കെ അവറ്റകളെ നശിപ്പിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഫെൻസിങ് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പം കുറേ സ്ഥലങ്ങളൊക്കെ നിലം ഉഴുതിട്ടിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയോ കൃഷി അവർ ചെയ്യുന്നുണ്ട്. ഉള്ളിയാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉള്ളി, വാഴ, അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ഭാഗങ്ങളിലുള്ളൂ. ഇപ്പം കൃഷിക്ക് അനുയോജ്യമായ ഒരു സമയമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിലം ഉഴുതിട്ടതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തൊരു മഴയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്, നിലം ഉഴുത് കിടക്കുകയാണ്. താമസിക്കാതെ അവർ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവരുടെ ഊരിലേക്ക് പോകാം കേട്ടോ. അവിടെ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ಹೆಸರು ಹೇಳಿ ಸರ್. ಗುರು ಮಾಧವ. ನಿಮ್ಮೂರಿದೆ ಮನೆ ಎಲ್ಲ? ಮನೆ ಮೇಲ್ಗಡೆ. ಎಷ್ಟು ಜನ ಇದೆ ಮನೆಯಲ್ಲಿ? 3 ಜನ. 3. ಪಿಲ್ಲೆಲು ಪಿಲ್ಲೆಲು ಇದೆ ನಿಮಗೂ? ಎಷ್ಟು ಇಲ್ಲ, ಪಿಳ್ಳೆಗಳು 2 ಹುಡುಗರು. ನೀವೆಲ್ಲ ಆದಿವಾಸಿ ಜನ? ಆದಿವಾಸಿ ಎಲ್ಲ ಇರೋದೆಲ್ಲ ಆದಿವಾಸಿ. ನಿಮ್ಮ ಕಮ್ಯುನಿಟಿ ಅದು ಇದು ಮಲೆ ಕುರುಬ, ಜನು ಕುರುಬ? ನಮಗೆ ಮಲ್ಲೇಶ್ವರವರು. ಮಲೆಸೋಲಿ. ಏನು ಕೆಲಸ ಮಾಡ್ತೀರಿ ಮಲೆಗೆ? ಏನಂದ್ರೆ ಜಮೀನು ಕೆಲಸಕ್ಕೆ ಮಾಡ್ತೀನಿ. ಕೂಲಿ ಕೆಲಸಕ್ಕೆ ಹೋಗ್ತೀನಿ. ಆಮೇಲೆ ಫಾರೆಸ್ಟ್ ಕೆಲಸಕ್ಕೆ ಹೋಗ್ತೀನಿ. ಫಾರೆಸ್ಟ್ ಒಳಗಡೆ ಏನೇನು ಕೆಲಸ ಇದೆ? ಅಲ್ಲೆಲ್ಲ ಬೆಳೆ ಕಡಿಯೋದು, ಬೆಂಕಿ ವಾಚರ್ಗೆ ಹೋಗೋದು, ವಾಚರ್ ಕೆಲಸ, ಬೆಂಕಿ ಲೈನ್ ಬೇಯಿಸೋದು, ಇಂತೆಲ್ಲ ಎಲ್ಲ ದಿನ ಕೆಲಸ ಇದೆ. ಜಮೀನ್ ಇದೆ ನಿಮಗೂ? ನಮಗೂ ಜಮೀನು ಸ್ವಂತಮ ಇದೆ? ಸರ್ಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ? ಸರ್ಕಾರ ಎಷ್ಟಿದೆ? 2 ಎಕರೆ. 2 ಎಕರೆ ಸರ್ಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ. ಅಲ್ಲಿ ನೀವು ವ್ಯವಸಾಯ ಮಾಡ್ತೀವ? ಏನೇನು ವ್ಯವಸಾಯ ಮಾಡ್ತೀವಿ? ಏನಂದ್ರೆ ಅರಿಶಿನ ಹಾಕ್ತೀವಿ. ಅರಿಶಿನ, ಬೆಳ್ಳುಳ್ಳಿ, ಬೆಳ್ಳುಳ್ಳಿ ಎಲ್ಲ ಇಲ್ಲಿ ಮಾಡಿ ಕುಂಡಲ್ಪೇಟು ಮಾರ್ಕೆಟಲ್ಲಿ ತಗೊಂಡು. ಸ್ಕೂಲೆಲ್ಲ ಇದೆಯಲ್ವಾ ಈ ಪಕ್ಕದಲ್ಲಿ? ಎಷ್ಟು ಕ್ಲಾಸ್ ಇದೆ? ಇಲ್ಲ, 5ನೇ ಕ್ಲಾಸ್ ಇಲ್ಲ. ಎಲ್ಲಿ ಎಷ್ಟು? 5 ಕ್ಲಾಸ್. ತುಂಬ ಸ್ಟೂಡೆಂಟ್ಸ್ ಎಲ್ಲ ಇದೆ? ತುಂಬ ಇದೆ. ಈ ഊರಲ್ಲಿ ಇಲ್ಲ ಪೂರಾ സ്റ്റുഡൻസ് ಇಲ್ಲಿ? 5ನೇ ക്ലാസ് ಇಲ್ಲಿ. റഹീമേ, അപ്പം അണ്ണനോട് കന്നഡയിൽ എന്തൊക്കെയോ അത്യാവശ്യം പറ്റില്ലോ? എന്തൊക്കെയാണ് അത്യാവശ്യം പറ്റുന്നില്ല. നമ്മൾ ഒരു വില്ലേജിൽ ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇവരെ പേര് ചോദിച്ചു. പേര് മാധവൻ എന്നൊരു പേര്. പിന്നെ എന്ത് പണിക്കാൻ പോകുന്ന, പിന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചു. കാരണം ഇവിടെ നമ്മൾ ഈ അഗതള്ളയിൽ 2 കമ്മ്യൂണിറ്റിയാണുള്ളത്. ഒന്ന് മലൈസോളികർ, പിന്നെ ഒന്ന് ഈ ജനു കുറുബ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവർ കൂടുതലായിട്ട് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ മലൈസോളികർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ മലൻ്റെ ഉള്ളിൽ, കാട്ടിനുള്ളിലൊക്കെ പോയിട്ട് ഉള്ള ജോലികൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ഫോറസ്റ്റിനുള്ള ഒരുപാട് പണികളുണ്ടാവും. ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ടാവും. ഈ
ഫോറസ്റ്റുകാരുടെ സർവേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വഴി വെട്ടാനും ഹെൽപ്പിന്, പിന്നെ വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ആ ഒരു കുളം പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ ലേബേഴ്സിനെ വേണം. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ട് ഇവരാണ്. അതായത് എത്ര കാട്ടിനുള്ളിലേക്കും പോയിട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള ഒരു ഭാഗമാണ് ഈ മലൈസോളിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ഒരു 30 വീടുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ പരിസരത്ത് ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബന്ദിപ്പുര ഫോറസ്റ്റിൻ്റെ പരിസരത്താണ്. അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ വർക്കിനും ഇവിടെ നിന്നാണ് ആൾക്കാരെ കൊണ്ടുപോകുക. പിന്നെ ഇതിൻ്റെ വേറെ സ്ഥലങ്ങളിലും കുറച്ച് ജനകുറുബൻ്റെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരും ഇവരൊക്കെ ആയിട്ട് മിക്സായിട്ട് പോകും. ജോലിയില്ലാത്ത സമയത്ത് ഇവർക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള 2 ഏക്കർ സ്ഥലം ഈ പരിസരത്തുണ്ട്. അപ്പോൾ ഇവർ ജമീൻ എന്ന് പറയും. ആ ജമീന് 2 ഏക്കറുണ്ട്. ആ 2 ഏക്കറിൽ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. അപ്പോൾ റഹീം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ. കന്നഡ അറിയാതെ വേറെ ഒരു മാർഗ്ഗമില്ല. ഇവർക്ക് മറ്റ് ഭാഷകളൊന്നും അറിയില്ല, നമുക്കും അവരുടെ ഭാഷ അറിയില്ല. പക്ഷേ അറിയാവുന്ന കന്നഡയൊക്കെ വെച്ച് പയറ്റി എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചെറിയ ഇൻഫർമേഷൻ. അപ്പോൾ എന്തായാലും ഇവരുടെ വീടുകളാണ് ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പം കുറച്ചൊക്കെ പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഒരുപാട് പുതിയതെന്ന് പറയാൻ പറ്റുകയില്ല. ഒരു 5 വർഷം മുന്നേ ഉള്ള വീടുകളൊക്കെ തന്നെയാണ്. പുതിയ വീടുകളൊക്കെ എല്ലാം കോൺക്രീറ്റിലാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. ഇത് സിമെൻറ്റ് ഷീറ്റുകളാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. പിന്നെ കുറച്ച് വീടുകളിലൊക്കെ ഓടുണ്ട്, അത് കുറച്ചുകൂടെ പഴയ വീടുകളാണ്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നോക്കി, ഇത് സ്കൂളാണ് കേട്ടോ. 1 മുതൽ 5 വരെയാണ് ഇവിടെ ക്ലാസ്സുകളുള്ളതെന്നാണ് എണ്ണം പറഞ്ഞത്. ഇവിടെ 30 കുടുംബങ്ങളെ താമസിക്കുന്നെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഈ ഒരു ഊരിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു സ്കൂൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലൈനിൽ കുറേ വീടുകളുണ്ട് കേട്ടോ. കുറച്ച് വീടുകൾ നമുക്ക് ഈ ലൈനിൽ കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. അതാണ് ഈ ഗ്രാമത്തിലെ ഏക ഒരു കട എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പിന്നെ ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് പഴയ വീടുകളാണ്. ഈ വീടൊക്കെ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴാറായി എന്ന തോന്നലൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വീട് കാണാം. അതൊരു വീടാണ്, പശുവും തൊഴുത്തോ അല്ലെങ്കിൽ ആട്ടും തൊഴുത്തോ ഒന്നുമല്ല. അവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരിടം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഇതുണ്ടോ, പച്ച കളർ പെയിൻ്റ് അടിച്ചൊരു വീട്. ഈ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മറിഞ്ഞു വീഴുമെന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. പിന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്, അറിയാലോ. ട്രൈബൽ മേഖല ആയതുകൊണ്ട് തന്നെ സർക്കാർ കറണ്ടൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഇതും ഒരു വീടാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് അവസാനത്ത് വീടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി പഴയ വീട് നമുക്ക് കാണാൻ കഴിഞ്ഞട്ടോ. ഇങ്ങോട്ട് മുൻവശത്തേക്ക് കുറച്ച് സിമെൻറ്റ് കൊണ്ട് നിർമ്മിച്ച ഭാഗങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇത് ഇവരുടെ പഴയ വീടാണ്. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ്. കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, കല്ലുകൊണ്ടാണ് ഇതിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലും മണ്ണും മാത്രമാണ്. കണ്ടോ, പഴയ രീതിയിൽ തന്നെ. പഴയ കാലത്തെ വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നു കൂടുതലെന്ന് പറഞ്ഞത്. പിന്നെ ഈറ്റ മുളയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയും ഈറ്റ മുളയൊന്നും കിട്ടുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ കല്ല് ധാരാളം, ഇങ്ങനത്തെ കല്ലുകൾ ധാരാളം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരുന്നു പഴയ കാലത്ത്. മണ്ണും കല്ലും പിന്നെ ഓടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഓടിന് വരെ മുന്നേ ഓലമേഞ്ഞ വീടുകളൊക്കെ ആയിരുന്നു, പുല്ലുമേഞ്ഞ വീടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം സമീപകാലത്തൊരു 10-30 വർഷം മുന്നേ ഒക്കെ തൊട്ട് ഓടുകൾ കിട്ടി തുടങ്ങിയുകൊണ്ട് അവരിങ്ങനെ ഓട് മേഞ്ഞ വീട്ടിലേക്ക് മാറി. ചൂടിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലത് ഓട് തന്നെയാണ്, നല്ല സുഖമാണ്. ഓടല്ലെങ്കിൽ ഓലയ്ക്ക് പിന്നെ അറിയാലോ മെയിൻ്റനൻസ് കൂടുതലാണ്. ഇത് അത്ര മെയിൻ്റനൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഒരു പഴയ വീടിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവർ നോക്കിയേ, ആ അന്ധകാലത്തിൽ കെട്ടിയിരിക്കുന്ന ആ കെട്ട് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഊരിലെ ഒരേ ഒരു പെട്ടിക്കട. ഈ കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ചെറിയ ചെറിയ സാധനങ്ങൾ കേട്ടോ, വലിയ സാധനങ്ങളല്ല. അതൊക്കെ അവർ വാങ്ങിക്കണമെങ്കിൽ ടൗണിലേക്കൊക്കെ പോകേണ്ടി വരും. ചെറിയൊരു പെട്ടിക്കട എന്തായാലും ഇവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉപകാരമാണത്. അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ താമസക്കാർ അധികം ആൾക്കാരില്ല, എല്ലാവരും കൃഷിയിടങ്ങളൊക്കെ ആണെന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത്. കുറേ നായ്ക്കളും കോഴികളും ഒക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് സ്പീഡിലൊന്നും നടന്നു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പഴയ വീട് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷം പഴക്കം ഉണ്ട് എന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് മെയിൻ വാതിലാണ്, ഇതിനകത്തേക്കാണ് അവർ താമസിക്കുന്നത്. ഇവിടെ കണ്ടോ, വീടിൻ്റെ മുൻവശത്ത് ഇത് അടുക്കളയാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് വല്ല പശുവിൻ്റെ തൊഴുത്തോ ആടിൻ്റെ കൂട് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, ഇതൊരു അടുക്കളയാണ്. ഈ വഴിയിലൂടെ, ചെറിയ വഴിയിലൂടെ വേണം അകത്തേക്ക് കയറാനായിട്ട്. ചെറിയൊരു അടുക്കള കേട്ടോ. ഉച്ച സമയത്തും അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പം നിലവിൽ തീയോ പുകയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. രാവിലെ ഉണ്ടാക്കും, വൈകിട്ടുണ്ടാക്കി കഴിക്കും. ഇതാണ് അവരുടെ ഒരു ഭക്ഷണ രീതി. വീടിൻ്റെ ഉമ്മറം, ഇവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയ അരപ്ലേസൊക്കെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാം. ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകുമ്പം ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലൊക്കെ ഇത് കാണാൻ പറ്റും, ഈ ഒരു ഇങ്ങനെ തൂക്കിയിടുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വീടും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു വീടാണ്. ഇവിടെ ഒരു അമ്മ താമസിക്കുന്നുണ്ട്. ഇത് അമ്മയുടെ വീടാണ്. ഇതിങ്ങനെ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒറ്റ മുറിയുള്ളൂ കേട്ടോ.
അവരിങ്ങനെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്തൊരു കട്ടിലിട്ടിരിക്കുന്നു. ഓടുമേഞ്ഞ വീടാണ്. ഒരു ജനലുണ്ട്. പിന്നെ പഴയ കാലത്തെ സഞ്ചിയൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്. പിന്നെ അവർ ആരാധിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ അവർ ചുമരിൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഒരു അലമാരയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അമ്മയുടെ വീട്ടിലുള്ളത്. പാത്രങ്ങളൊക്കെ ഒരു സൈഡിൽ അടുക്കിയിട്ടുണ്ട്. പണിക്ക് പോകാനുള്ള ചെറിയൊരു വെട്ടുകത്തിയുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു കിടക്കുകയാണ്. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു അയ്യായിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു ഭാഗത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, ഒരു അമ്മയൊക്കെ ഉണ്ട്. അമ്മയും കുറേ നേരം ഞങ്ങളോട് സംസാരിച്ചു. എവിടെ നിന്നാണ് നിങ്ങൾ വന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞ കേരളത്തിൽ നിന്നാണ്. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ആൾക്കാരും ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും ആശ്ചര്യം തോന്നുമല്ലോ. അപ്പോൾ എന്തായാലും സോളിക ഗോത്ര സമുദായത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി പറയാം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവരെ പൊതുവേ ഷോളക അല്ലെങ്കിൽ ഷോളൈഗർ, ഷോളൈഗൈ എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. പല രീതിയിൽ ഇങ്ങനെ അറിയപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഗോത്ര സമുദായത്തെയൊക്കെ കണ്ടിരിക്കുന്നത്, ഇപ്പം ഞാനൊക്കെ കുറേ വർഷം മുന്നേയൊക്കെ യാത്ര ചെയ്ത സമയത്ത് നമ്മുടെ BR ഹിൽസ് ഒക്കെ ഉണ്ടല്ലോ, ബിലിഗിരി രംഗണബേട്ട, അവിടെയൊക്കെ ഇവരുടെ ഗോത്ര സമുദായക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, അതിനോട് ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ചാമരാജനഗർ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ താമസിക്കുന്നുണ്ട്. കാടിനോട് ചേർന്ന് തന്നെയാണ് അവർ താമസിക്കുന്നത്. കാടിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പഴയ പോലെ അത്രയും കാടിനുള്ളിൽ അങ്ങനെ താമസിക്കുന്ന ആൾക്കാരൊന്നുമില്ല. ഉൾക്കാടുകളിൽ നിന്ന് സർക്കാർ, ഫോറസ്റ്റുകാർ അവരെ ഇറക്കി സമീപ പ്രദേശങ്ങൾ, അതായത് കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. ഇവർ കാടിനുള്ളിലൊന്നുമല്ല, കാടിനോട് ചേർന്നാണ്. അപ്പോൾ ഈ മലൈ സോളഗരു എന്ന് പറയുന്ന അല്ലെങ്കിൽ സോളൈഗർ എന്ന് പറയുന്ന ഈ ഒരു ഗോത്ര വിഭാഗം കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാരാണ് ആദിമകാലങ്ങളിൽ. ഇപ്പോഴും കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ശേഖരിക്കുന്നുണ്ട്. ഈ ബന്ദിപ്പൂർ കാട് നമ്മളിപ്പോൾ നിൽക്കുന്നതിനോട് ചേർന്നാണ്. അപ്പോൾ അവിടെ കാടിനുള്ളിലും ഇവർ താമസിക്കുന്നുണ്ട്. കാടിനുള്ളിൽ മീൻസ് ഞാൻ ഒരുപാട് ഉള്ളിലല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആൾക്കാർ തന്നെയാണ് ഈ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഉള്ള ഈ അഗതള്ള എന്ന ഈ ഒരു ഊരിലും താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് കാട്ടിലെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും തേൻ ശേഖരിക്കൽ, അതോടൊപ്പം തന്നെ ആയുർവേദ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകളൊക്കെ കാട്ടിൽ പോയിട്ട് ശേഖരിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മരങ്ങൾ, ഈ ചെറിയ വിറകുകൾ കെട്ടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ അയ്യ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ കാട്ടിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി വെട്ടാനായിട്ട്, ഫോറസ്റ്റിൻ്റെ വഴികൾ വെട്ടാനായിട്ട്, പിന്നെ ഷെഡുകൾ പണിയാനായിട്ട്, ഈ മൃഗങ്ങൾക്ക് വേണ്ടി കാടിനുള്ളിലൊക്കെ വെള്ളം സംഭരിക്കാനായിട്ട് ചെറിയ കുളങ്ങളൊക്കെ നിർമ്മിക്കും. പിന്നെ കിടങ്ങ് വെട്ടുക, മൃഗങ്ങളൊന്നും കാടിനുള്ളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിടങ്ങ് വെട്ടുമല്ലോ, ഈ ട്രെഞ്ച്, അപ്പോൾ അതിനൊക്കെ ഇവർ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും സർക്കാർ ചെറിയ ഒരു നിശ്ചിത വേതനം കൊടുക്കും. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് 500 രൂപയും സ്ത്രീകൾക്ക് 400 രൂപയും എന്നാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞപ്പം അറിയാനായിട്ട് സാധിച്ചത്. അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതൊക്കെയാണ് ഇവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞ പോലെ തന്നെ കൃഷി ഇവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗമാണ്. കന്നുകാലി വളർത്തൽ, ആടുമാടുകളെ വളർത്തൽ, ഇതൊക്കെ ഇവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് തന്നെ നിലകൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൂടുതലായിട്ടും വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വനവിഭവങ്ങൾ ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതം അവർ കൊണ്ടുപോകുന്നത്. ഈ ഗ്രാമത്തിൽ മാത്രമാണ് ഇതുപോലെ കൃഷി ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഷോളക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ BR ഹിൽസൊക്കെ പോയപ്പോഴത്തേനും അവരൊക്കെയായിട്ട് സംസാരിച്ച് അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ തീരെ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. ഇപ്പം നമ്മൾ കണ്ടു ഈ ഗ്രാമത്തിൽ സ്കൂളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാ കുട്ടികളും ഒന്നും സ്കൂളിലൊന്നും പോയി പഠിക്കുന്നൊന്നുമില്ല. അവർക്ക് തോന്നി അവർ പോകും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുമല്ലോ ഫ്രീ ആയിട്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഈ സ്കൂളിലൊക്കെ പോകുന്നത്. രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരങ്ങനെ സ്കൂളിൽ പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയൊന്നും ആ കാര്യങ്ങളോടില്ല. ഇവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ കാട്ടിലാണെങ്കിൽ കാട്ടിൽ പോകും, കൃഷിസ്ഥലത്താണെങ്കിൽ കൃഷിസ്ഥലത്ത് പോകും. അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഒരു ജീവിത രീതികളും പഠനങ്ങളെയും കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഗോത്ര സമുദായക്കാരൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വരും. അപ്പോൾ കുട്ടികളൊന്ന് പോയി തുടങ്ങിയാൽ രക്ഷപ്പെട്ടു. സർക്കാർ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പഠിക്കുക എന്നുള്ളത് അവരുടെ കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവരുടെ കൂടെ ഒരു തീരുമാനം എടുക്കണമല്ലോ. നിലവിൽ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെങ്കിലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ മൂലം കുറച്ച് കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടി വരുന്നുണ്ട്. ഡിഗ്രിയുള്ള കുട്ടികളൊന്നും ഇവിടെ ഇല്ലെങ്കിലും മറ്റ് ആദിവാസി ഊരുകളിലൊക്കെ ഡിഗ്രി നേടി അല്ലെങ്കിൽ PG ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഇവരുടെ സമുദായത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിനോട് കൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഷ, ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ ഷോളിക എന്ന ആ ഒരു ആദിവാസി ഗോത്ര സമുദായക്കാരുടെ ഇടയിൽ സംസാരിക്കുന്ന ഭാഷ അവർക്കറിയാം.
പക്ഷേ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. കുറച്ച് ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അയ്യൊക്കെ ഉണ്ടല്ലോ, അമ്മയൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആ അമ്മയ്ക്കൊക്കെ ആ ഭാഷ അറിയാം, പക്ഷേ കുട്ടികൾക്കൊന്നും അറിയില്ല. ഈ ഷോളക ഭാഷ എന്ന് പറയുമ്പോഴത്തേനും കന്നഡയും തമിഴും കൂടെ കലർന്ന ഒരു ഭാഷയാണ്, ആ ഒരു സംസാര ഭാഷയാണ് വരുന്നത്. നമുക്കങ്ങനെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുകയൊന്നുമില്ല, അത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും താരതമ്യപ്പെടുത്തുന്നത് തമിഴും കന്നഡയും ചേർന്നാണ്. ഇവരുടെ പ്രധാന താമസ സ്ഥലങ്ങളെന്ന് പറയുന്നത് ബിൽഗിരി രംഗണ ഹിൽസ്, അതായത് BR ഹിൽസിലും മഹാദേശ്വര മലനിരകൾ, ബന്ദിപ്പുര വനമേഖല, കർണാടക തമിഴ് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇവർ താമസിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും കാടുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ പ്രകൃതി ദേവതകളെയാണ് ആരാധിക്കുന്നത്. ഉത്സവങ്ങളും പ്രത്യേക ചടങ്ങുകളിലൊക്കെ ഇവർ പാട്ടും നൃത്തമൊക്കെ ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട്. കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ അവർ പ്രധാനമായിട്ടും ഇങ്ങനത്തെ നൃത്തങ്ങളും അവരുടേതായ പാട്ടുകളും അവർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇവരുടെ പാട്ടുകളൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് കേട്ടോ. പിന്നെ ഇവർ ഇവിടെ ചെയ്യുന്ന കൃഷി, അല്ലെങ്കിൽ തമിഴിലൊക്കെ പറയുന്ന വ്യവസായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി, ചോളം, വാഴ, പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ക്യാബേജ്, അങ്ങനെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കൃഷികളും ഇവിടെയുള്ള ഈ ആദിവാസി ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ഷോളക ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനാവകാശ പ്രശ്നങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും കുട്ടികൾക്കൊന്നും ലഭിക്കാത്തതുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ചികിത്സകളൊന്നും നേടുന്നില്ല. അവരവിടുത്തെ നാട്ടുവൈദ്യം സ്വന്തമായിട്ട് ചികിത്സിച്ച് ആ കാടിനുള്ളിൽ നിന്ന് കിട്ടുന്ന വനവിഭാഗങ്ങൾ വെച്ച് മാത്രമാണ് ചികിത്സകൾ നേടുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിലുണ്ട്. ഇവർ പുറത്തു പോയിട്ട് ആശുപത്രികളെ ആശ്രയിക്കാറൊന്നുമില്ല. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കാർ കൊടുക്കുന്ന ഈ റേഷൻ അരി മാത്രമാണ് അവർക്ക് കിട്ടുന്ന ഒരു പ്രധാന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് വീടുകളിലൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഒരു കുടുംബമൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പം 2, 3, 4 മക്കളുണ്ടാവും. അപ്പം ഈ കിട്ടുന്ന ചെറിയ തോതിലുള്ള റേഷൻ അരി കൊണ്ടൊന്നും ഒരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഭക്ഷണ രീതിയാണെങ്കിൽ പോലും 2 നേരമാണ്, രാവിലെയും വൈകിട്ടും അവർ ചോറാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് പച്ചക്കറികൾ അവർ ധാരാളം അവർക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കാടിനുള്ളിൽ താമസിക്കുന്ന അല്ലെ കാടിനോട് ചേർന്ന് കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ പുറത്തുനിന്ന് സാധനം വാങ്ങിച്ച് തന്നെയാണ് അവർ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് അത്രയും ചിലവ് വരുന്നത് കൊണ്ട് അവരതിനൊന്നും തുനിയില്ല. വീട്ടിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്നതായിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും മാത്രമാണ് അവർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവരുടെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് ഉഗാദി ഹബ്ബ എന്ന് പറയുന്ന ഒരു ആഘോഷമാണ് കേട്ടോ. ഹബ്ബ എന്ന് പറയുന്ന ആഘോഷമാണ്. ഉഗാദി ഹബ്ബ മാത്രമല്ല, പല ആഘോഷങ്ങളും ഈ ജനുവരി മാസങ്ങളിൽ അവർക്കൊരു ആഘോഷമുണ്ട്. മഴക്കാലത്ത് ചില ആഘോഷങ്ങളുണ്ട്. ഹബ്ബ എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. ഹബ്ബകൾ പല മാസങ്ങളിലുണ്ട്. ആ സമയത്തൊക്കെ അവർ വലിയ സന്തോഷത്തിലും അവരുടെ തനതായിട്ടുള്ള പാട്ടും നൃത്തങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് ഇന്നും അവരനുഷ്ഠിച്ച് പോകുന്നത്. ഇനി ഇവരുടെ വിവാഹ ചടങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള വിവാഹ ചടങ്ങുകളാണ് ഇവർ കൊണ്ടാടുന്നത്. അതിൽ പ്രധാനമായിട്ടും കല്യാണം നടക്കുന്ന വീട്ടിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ വീടൊന്ന് വെള്ള പൂശും, വെള്ള പെയിൻറ്റ് കടിക്കും. ആ വെള്ള പെയിൻറ്റ് കടിച്ചതിന് ശേഷം വീടിൻ്റെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ അല്ല ഇരിക്കുക, താഴ്ഭാഗത്തായിട്ട് 5 കളറിൽ ഷീറ്റുകൾ, അതിന് കമ്പിളി എന്നാണ് അവർ പറഞ്ഞത്, എനിക്ക് അത്രയും ക്ലിയർ, കമ്പിളി എന്നാണ് അമ്മ പറഞ്ഞത്. കമ്പിളി പോലത്തെ 5 കളറുള്ള ഇത് നിലത്ത് വിരിക്കും. നിലത്ത് വിരിച്ചതിന് ശേഷം ചെറുക്കനും പെണ്ണും ആ ഒരു ഭാഗത്തിരിക്കും. മുന്നിൽ ബന്ധുക്കളും അതോടൊപ്പം തന്നെ വിളിച്ച ആൾക്കാരൊക്കെ അതിൻ്റെ മുന്നിലായിട്ടിരിക്കും. നമ്മുടെ നാട്ടിലെ ഹിന്ദു മാരേജ് പോലെ തന്നെ, എങ്കിലും കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞില്ല, ഇവർ ആരാധിക്കുന്നത് വനദേവതകളെയാണ്. അതുകൊണ്ട് വനദേവതകളുമായി ബന്ധപ്പെട്ട പൂജകളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ താലി കിട്ടുന്നത്. താലിയാണ് ഇവർ കിട്ടുന്നത്, മഞ്ഞ ചരടാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ സ്വർണം താലിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് തങ്കമാണ് ഉപയോഗിക്കുന്നതെന്നാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാലോ, ഈ ഗോത്ര സമൂഹത്തിൻ്റെ ഇടയിലൊന്നും തങ്കോ അല്ലെങ്കിൽ ഗോൾഡോ ഒന്നും ഇല്ല. ഇപ്പോഴാണ് തങ്കമെങ്കിലും വന്നു തുടങ്ങിയത്. ഇപ്പോൾ അവർ തങ്കം കെട്ടിയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞത്. പിന്നെ അവർ മറ്റൊരു കാര്യം നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ ഒരു കെട്ട് വരുന്ന രീതിയിലുള്ള വസ്ത്രമാണ് അവർ ഉപയോഗിച്ച് വരുന്നത്. വസ്ത്രങ്ങളാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളായിട്ടുള്ള നൃത്തങ്ങളും പാട്ടുകളും എല്ലാം ഇവരുടെ ഗോത്ര സമുദായവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. പിന്നൊരു കാര്യം കൂടെ അമ്മ നമ്മളോട് പറഞ്ഞു കേട്ടോ, ഈ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുക. മറ്റ് ആദിവാസി ഗോത്ര സമുദായക്കാരുമായിട്ടൊന്നും ഇവർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാറില്ല. ഇവരുടെ ഷോളിക എന്ന ഗോത്ര സമുദായത്തിൽ നിന്ന് മാത്രമേ ഇവർ വിവാഹം കഴിക്കുകയുള്ളൂ. പിന്നെ ഇനി ഇവരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും കുഴിച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. കത്തിക്കുന്ന സമ്പ്രദായങ്ങളൊന്നും ഇവരുടെ ഗോത്ര സമുദായത്തിലില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഷോളൈഗ അല്ലെങ്കിൽ ഷോളൈഗർ എന്ന ഈ ഗോത്ര സമുദായത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. അങ്ങനെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ ഊരിലെ ആൾക്കാർ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിലാണ്. ഇവിടെ കണ്ടോ, ഇതൊരു ചെറിയ ഷെഡാണ്. ഇത് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ പണിതിരിക്കുന്നതാണ്. കൃഷി ആവശ്യത്തിനായിട്ടുള്ള വളങ്ങൾ സൂക്ഷിക്കാനും കീടനാശിനി സൂക്ഷിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷെഡ് പണിതിരിക്കുന്നത്. പിന്നെ അവർക്ക് ഉച്ച സമയങ്ങളിലൊക്കെ വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഷെഡ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ഒരു മരം നിൽക്കുന്ന കാണാം. നല്ലൊരു ഫ്രെയിമാണ്. നമ്മൾ പല ആദിവാസി ഊരുകളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കേട്ടോ.
പ്രത്യേകിച്ച് മലയും അതിൻ്റെ താഴ്വാരത്തെ കൃഷിയും ചെറിയ ഗ്രാമങ്ങളും ചെറിയ വീടുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നാട്ടിൻപുറത്തൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ മലയോര ഗ്രാമങ്ങൾ എപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാബേജ് ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വെളുത്തുള്ളി കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചോളത്തിൻ്റെ കൃഷിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ നിലം ഉഴുതിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ പച്ചപ്പായിട്ട് കാണാൻ പറ്റും. നിലവിൽ എന്തായാലും നിലമൊക്കെ ഉഴുതിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ അവർ എന്താ പറയുക തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ എന്തൊക്കെയോ അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. പിന്നെ വനമാണല്ലോ, വനമായതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റ് വന്യമൃഗങ്ങളും പന്നി, ആനയോ അല്ല എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വന്ന് കൃഷിയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു മനോഹരമായൊരു ഭൂപ്രദേശം കേട്ടോ. അത് പറഞ്ഞറിയിക്കാനായിട്ട് അല്ലെങ്കിൽ വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാളവണ്ടി കാണാം, ഏറുമാടം ഉണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും ഏറുമാട് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനയും മറ്റ് വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ പടക്കം പൊട്ടിച്ച് ഓടിക്കാനായിട്ടാണ് ഈ ഒരു ഏറുമാട് അവർ പണിതിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു കാളവണ്ടി കിടക്കുന്നത് കാണാം. അതിനോട് ചേർന്ന കാളയും പശുക്കളൊക്കെ നിൽപ്പുണ്ട്. അവിടെ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഏറുമാടത്തിലേക്ക് കയറുന്ന ഏണി കണ്ടോ, ഒരൊറ്റ മുളയാണ് കേട്ടോ. ആ മുളയുടെ വശങ്ങളിലൂടെ ചവിട്ടി വേണം നമുക്ക് മുകളിലേക്ക് കയറി അവിടെ ഇരിക്കാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പണ്ട് ഇതുപോലെ ഞാൻ ഒരു ആദിവാസി ഊരി പോയ സമയത്ത് ഒരു ഏറുമാടത്തിൽ കയറാൻ ശ്രമിച്ചു. പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. താഴേക്കും ഇറങ്ങാൻ പറ്റുന്നില്ല, മേലേക്കും കയറാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്ത് ഇനി ഫയർഫോഴ്സിനെ വല്ലതും വിളിക്കേണ്ടി വരുമോ. ശരിക്കും കുറച്ചൊക്കെ നമ്മളങ്ങ് കയറിപ്പോവും ആവേശത്തിൻ്റെ പുറത്ത്. പക്ഷേ പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും നമുക്കെന്തോ ഒരു ഫീല്, പേടിച്ച് പോകും പെട്ടെന്നൊക്കെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ തുനിയുന്നില്ല. പിന്നെ മാത്രമല്ല അവിടെ ഒരു നായ കിടപ്പുണ്ട്, കാളയും കിടപ്പുണ്ട്. എന്തിനാ അതിനൊരു പണി ഉണ്ടാക്കുന്നത്. എന്തായാലും മനോഹരമായൊരു സ്ഥലമാണ്. വളരെ ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു പ്രദേശവും. അങ്ങനെ നമ്മൾ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഈ ഊരിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യമേ കണ്ട ആൽമരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ ഊരിൽ കാണാനില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ മലയാണ്. മലയുടെ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും മലൈ ഷോളക അല്ലെങ്കിൽ മലൈ ഷോളകർ എന്ന ഗോത്ര സമുദായത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം പങ്കുവച്ചു. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ നിന്നില്ല. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. കർണാടകയോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞ് ഇന്ന് ഞാൻ നാട്ടിലേക്ക് തിരിക്കും. റഹിമിൻ്റെ യാത്രകളൊക്കെ ആയിട്ട് അദ്ദേഹവും മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കാം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും യെസ്, ബൈ.